ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ട്രേഡിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞുതരാം. 2 ദിവസമായിട്ട് ട്രേഡുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓണത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് സമയം ഫ്രീ ആയിരുന്നപ്പോഴത്തേനും ഉച്ചയ്ക്ക് ശേഷം ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു, അങ്ങനെ എടുത്തു. രാവിലത്തെ ഓപ്പർച്യൂണിറ്റി മിസ്സായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ട്രേഡ് എടുക്കാമായിരുന്നു, ബട്ട് കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഒരു ചെറിയൊരു സൈഡ് വേ മൂവ്മെൻറ്റ് കണ്ടപ്പോൾ ഇവിടെ നിന്ന് ചെറിയൊരു റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാനൊരു ട്രേഡ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് പോയി. അങ്ങനെ എനിക്ക് കറക്റ്റ് എൻ്റെ പ്രോഫിറ്റ് 1000 റുപ്പീസ് പ്രോഫിറ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വലിയൊരു ഹ്യൂജ് സെല്ലിങ് അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ അത് നമ്മളെ പറയേണ്ട ആവശ്യമില്ല. നമ്മളെ ടാർഗറ്റ് അച്ചീവ് ആയ ഉടനെ തന്നെ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ട്രേഡിംഗ് സെറ്റപ്പ് ഞാൻ പറഞ്ഞ നല്ല സിമ്പിളായിരുന്നു. ജസ്റ്റ് നല്ല ഫസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം വന്നതിന് ശേഷം നല്ലൊരു ഷാർപ്പ് സെല്ലിങ് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു ഓപ്പൺ റേഞ്ചിൽ ട്രേഡ് നടന്ന സമയത്ത് എന്തായാലും ചെറിയൊരു റിവേഴ്സലെങ്കിലും കാണും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആ ഒരു സെറ്റപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നത്. വേണമെങ്കിൽ എനിക്ക് ട്രേഡ് അവിടെ അവോയ്ഡ് ആക്കാമായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ട്രേഡ് ഞാനൊന്ന് കൺസിഡർ ചെയ്തതായിരുന്നു. ചെറിയൊരു റിവേഴ്സൽ അത്യാവശ്യം എൻ്റെ ടാർഗറ്റ് അച്ചീവ് ആവും എന്ന് എനിക്കൊരു കാൽക്കുലേഷനിൽ തോന്നി. അങ്ങനെ ഞാൻ എടുത്തൊരു ട്രേഡായിരുന്നു. വിചാരിച്ച പോലെ തന്നെ എനിക്ക് എൻ്റെ 1000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മാസത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രോഫിറ്റാണെന്ന് തോന്നുന്നു 1000 റുപ്പീസ് കിട്ടുന്നത്. മാസം അവസാനം എപ്പോഴാണ് കിട്ടി തുടങ്ങിയത്, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നോക്കാം ഈ മാസം എങ്ങനെയാണ് പ്രോഫിറ്റും ലോസും അനലൈസ് നമുക്ക് പിന്നത്തെ വീഡിയോയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നാളത്തെ ട്രേഡിങ്ങിലെ വിശേഷങ്ങളായിട്ട് നാളെ വരുന്നതാണ്. താങ്ക് യു.